യേശു പറഞ്ഞു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുവാൻ സാധ്യമല്ല. പഴയ തുരുത്തി പൊട്ടിപ്പോകും. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപ ദൈവം തരുവാൻ ആഗ്രഹിക്കുക. യെശയ്യാപ്രവചനം 41 അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എനിക്ക് ആലോചന തന്നിരിക്കുകയാണ്. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. ഒന്നോട് പറയുന്നു, ദൈവം പറയുന്നു, എന്താണ്? ഇതാ, ഞാൻ നിന്നെ പുതിയത് മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുവാൻ പോകുകയാണ്. എങ്ങനെ? പുതിയ മെതിവണ്ടിയാക്കി തീർക്കാൻ പോകുന്നു. പഴയ മെതിവണ്ടിയുടെ കർത്താവിന് ആവശ്യമില്ല. പഴയത് നമുക്ക് ആർക്കും ഇഷ്ടമില്ല. പഴയ ശുശ്രൂഷ നമുക്ക് ഇഷ്ടമില്ല. പഴയ കൃപയല്ല, പുതിയൊരു കൃപ തരുവാൻ, പുതിയൊരു അഭിഷേകം, പുതിയ ശക്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാ, ഞാൻ നിന്നെ പുതിയതാക്കി മാറ്റുന്നു, ന്യൂ ക്രിയേഷനാക്കി മാറ്റുന്നു. നിന്നെ ന്യൂ ക്രിയേഷനാക്കി, നിന്നെ ബോണഗേനാക്കി മാറ്റുവാൻ, നിന്നെ ശക്തിയുള്ളവനാക്കി മാറ്റുവാൻ. ബോണഗേനായ ശേഷം എന്താണ്? നിന്നെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഒരുക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ശുശ്രൂഷ ഇത് പോരാ, നിന്റെ ശക്തി ഇത് പോരാ, നിന്റെ പ്രാർത്ഥന ഇത് പോരാ, നിന്റെ വചനധ്യാനം ഇത് പോരാ. ഒരു പുതിയ മണ്ഡലത്തിലോട്ട് കടത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എപ്പോഴും നമുക്കിഷ്ടം പുതിയതായി തിരുവാനാ. പുതിയ വസ്ത്രം, പുതിയ കാറ്, എല്ലാം പുതിയതായി തിരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന്, പുതിയതാക്കി മാറ്റുന്നു. രണ്ടെന്താണ്? മൂർച്ചയുള്ളതാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. കോടാലി വെട്ടി മൂർച്ച പോയി കഴിഞ്ഞാൽ നമ്മളതിനെ രാകുവാനിടയാകും. എന്തിനു വേണ്ടിയാണ്? ആ വെട്ടിന്റെ ശക്തി കുറയ്ക്കുമ്പോൾ, എന്നാൽ ആ വെട്ടിയ സ്ഥാനം ആഴത്തിൽ മുറിയുവാൻ വേണ്ടി. അപ്പൊ ശുശ്രൂഷയുടെ ആഴങ്ങൾക്ക് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. ആത്മാക്കളെ നേടുവാനുള്ള ആത്മാവിന്റെ വലിയ ശക്തി വീണ്ടും കർത്താവ് തരുവാൻ ആഗ്രഹിക്കുകയാണ്. തളർന്നു പോയ അവസ്ഥയിൽ നിന്ന്, പഴയ ആയുധമായ അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ ആയുധമാക്കി മാറ്റുവാൻ. അതെന്താണ്? മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റുവാൻ. മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ശക്തിയുള്ള മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റാൻ പോകുകയാണ്. ഒന്ന്, കർത്താവ് പറഞ്ഞു, നിന്നെ പുതിയ വണ്ടിയാക്കി മാറ്റുന്നു, മെതിവണ്ടി. രണ്ടെന്താണ്? മൂർച്ചയേറിയത്. മൂന്ന്, പല്ലേറിയതുമായ, ഹല്ലേലൂയ, പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. പല്ലേറിയതുമായ മെതിവണ്ടി, വെരി പവർഫുൾ മെതിവണ്ടിയാക്കി മാറ്റുവാൻ, നല്ല ഷാർപ്പുള്ള മെതിവണ്ടിയാക്കി മാറ്റുവാൻ. വചനത്തിന്റെ ആഴങ്ങൾ തന്ന്, വചനത്തിന്റെ വെളിപ്പാടുകൾ തന്ന്, ദർശനങ്ങൾ തന്ന് നിന്നെ ഷാർപ്പുള്ളവനാക്കി മാറ്റുവാൻ, നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഒരു ശക്തനായ ശുശ്രൂഷകനാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. I have made to be a new sharp threshing instrument. ഒരു നല്ല ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റും. ട്രഷിംഗ് ഇൻസ്ട്രുമെന്റ്. എന്താണ് ട്രഷിംഗ് ഇൻസ്ട്രുമെന്റ് ഗുണം? അത് ഫ്ലോസ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ ഫീൽഡ്. അതായത് ഫീൽഡിലുള്ള ഫ്ലോസിനെ, അതായത് നിലത്തെ കൺസ്ട്രക്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ട്രഷിംഗ് ഇൻസ്ട്രുമെന്റ്. സോ ദാറ്റ് കർത്താവ് ആഗ്രഹിക്കുന്നതിനെ ട്രഷിംഗ് ഫ്ലോസ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഫീൽഡ്. ആ ഫീൽഡില്, ശുശ്രൂഷ മണ്ഡലത്തിലെ ഫീൽഡില്, സുവിശേഷ മണ്ഡലത്തിലെ ഫീൽഡില്, പ്രാർത്ഥനാ മണ്ഡലത്തിലെ ഫീൽഡില്, നിന്റെ സഭയിലെ മണ്ഡലത്തിലെ ഫീൽഡിലെ പുതിയതും മൂർച്ചയേറിയതും ഹല്ലേലൂയ ഒരു മെതിവണ്ടി പോലെയാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സോ ദാറ്റ് they represent revelation of God. ഈ നൂറ്റാണ്ട് ദൈവം റെവലേഷൻ തരാൻ പോകുകയാണ്. യേശുക്രിസ്തുവിന്റെ വരവേറ്റം അടുക്കുമ്പോൾ, അവിടെ ഇവിടെയൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, എർത്ത്ക്വേക്കുകൾ ഉണ്ടാകുമ്പോൾ, ജാതിയോട് പോരാടുമ്പോൾ, രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ, യേശുക്രിസ്തു ഇതാ വേഗത്തിൽ വരുന്നു.
ഹല്ലേലൂയ. അതിനെന്താണ്? റിവലേഷൻ കർത്താവ് നിനക്ക് തരുവാൻ ആഗ്രഹിക്കണം. റിവലേഷൻ, ഒരു മാറ്റം, നിന്റെ ജീവിതത്തിൽ തന്നെ മാറ്റം തരുവാൻ കർത്താവ് ഒരു കവണന്റ്, നീ ആയിട്ടൊരു കവണന്റ്, ഒരു ഉടമ്പടിക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. പ്രോമിസസ് ദൈവം തരുവാൻ ആഗ്രഹിക്കും. ചില പ്രോമിസസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രൊഫൈസസ്, എന്താ, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി ഇതാ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകും. ദൈവം ഇതാ ഒരു മെതുവണ്ടിയാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. They represented a revelation of God, covenants of God, promises of God, prophecies of God. Hallelujah. God would be clothed them with the power. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഗോഡ് ചെയ്യാൻ പോകുന്നത്? ദൈവം ചെയ്യാൻ പോകുന്നത്, യേശുക്രിസ്തു നിന്നെ കവർ ചെയ്ത് ഒരു പവറിൽ നിന്നെ വ്യാപരിക്കാൻ പോകുകയാണ്. God would clothe them with the power. നീ ആഗ്രഹിക്കൊരു മെതിവണ്ടിയാക്കി മാറ്റുവാൻ, നിന്നെ എന്താണ്, ഒരു ശക്തിയുള്ള മെതിവണ്ടി, പർവ്വതങ്ങൾ ഇടിച്ചു പൊളിക്കുവാൻ, ഇതുവരെ കാണാത്ത ചില മിറക്കിൾസ്, ഇതുവരെ കാണാത്ത ചില ശുശ്രൂഷകൾ, ഇതുവരെ കാണാത്ത ചില ദൈവിക പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവത്തിന്റെ ശക്തി നിന്നോട് കൂടിയുണ്ട്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, എന്താണ്, ഞാൻ മുന്നേ കടന്നുപോയി ദുർഘടകൾ നിരപ്പാക്കി താമ്രവാദികളെ തകർത്ത് ഇരുമ്പോടമ്പൽ കണ്ണിച്ചു കളയുന്നതുമാണ്. നിന്റെ മുന്നേ ദൈവമുണ്ട്, ഇരുമ്പോടമ്പൽ കണ്ണിച്ചു കളയുവാൻ, താമ്രവാദികളെ തകർത്ത് കളയുവാൻ. ഹല്ലേലൂയ. The Lord will make Jacob to become a threshing instrument. ജക്കോബിനെ എന്താണ് ദൈവം ഒരു threshing instrument ആക്കി മാറ്റുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, അവൻ ഹല്ലേലൂയ രാത്രി മുഴുവൻ ദൂതനുമായിട്ട് മൽപ്പിടിച്ചു. ദൈവം പറയുന്നു, ദൂതൻ എന്താണ് യാക്കോബുമായിട്ട് മൽപ്പിടിക്കുവാനിടയായി. ഹല്ലേലൂയ. ഓശിയ പ്രവചനത്തിൽ പറയുന്നത് എന്താണ്? യാക്കോബ് രാത്രി യാമത്തില് പ്രാർത്ഥനയിൽ ദൈവത്തോട് മൽപ്പിടിക്കുവാനിടയായി, ദൂതനോട് മൽപ്പിടിക്കുവാനിടയായി, ദൂതൻ യാക്കോബിനോട് മൽപ്പിടിക്കുവാനിടയായി, കരഞ്ഞു നിലവിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? അവന് അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി. എന്റെയൊക്കെ ദൈവവൈദ്യുതി സ്വത്രം യാക്കോബിനെ മാറ്റിയെടുത്ത ദൈവമാണെങ്കിൽ, ഹല്ലേലൂയ, അവൻ എന്താണ് ജാക്കോബിനെ മാറ്റിയെടുത്ത ദൈവമാണെങ്കിൽ നിന്നെ അവൻ മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കോ. ദൈവം തന്നെ മാറ്റി ഒരു മെതിവണ്ടിയാക്കി മാറ്റാൻ പോകുകയാണ്. The Lord will make Jacob to become a threshing instrument. The Lord God will make you become a threshing instrument. Example, പീറ്ററിനെ പറ്റി ചിന്തിച്ചു നോക്കിയേ. പീറ്റർ എവിടെയായിരുന്നു? അവൻ 3 പ്രാവശ്യം യേശു ക്രിസ്തുവിനെ തള്ളി പറയുവാനിടയായി. 33 വർഷം യേശു ക്രിസ്തുവിനോട് അത്ഭുതങ്ങൾ കണ്ട മനുഷ്യൻ, 33 വർഷം യേശു ക്രിസ്തുവിനെ പഠിപ്പിച്ച മനുഷ്യൻ, 33 വർഷം യേശു ക്രിസ്തുവിനെ നടന്നിട്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ടും യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുവാനിടയെ 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? ആമീൻ. യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവൻ അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവൻ രൂപാന്തരപ്പെടുവാനിടയെ, അവൻ ആള് മാറുവാനിടയായി. ഹല്ലേലൂയ. അവൻ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയായി. സ്വത്രം. അവൻ എന്താണ്? ഹല്ലേലൂയ. പിന്നത്തേതിൽ യേശു ക്രിസ്തുവിന് വേണ്ടി അവൻ രക്തസാക്ഷിയെ തീരുവാനിടയായി. സ്വന്തം ചരിത്രം പറയുന്നു, അവൻ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പീറ്ററിനെ എന്താണ് ക്രൂശിക്കുവാനിടയായി. പീറ്റർ ജഡ്ജസിനോട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ കാൽക്കൽ എന്താണ് ഹല്ലേലൂയ കെട്ടിപ്പിടിച്ച് അവന്റെ കാലിൽ ചുംബിച്ചിരിച്ച് എനിക്ക് മരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചർച്ച് സമ്മതിക്കുവാനിടയായി. അതാ പീറ്റർ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനിടയായി. ഹല്ലേലൂയ. നോക്കണേ, 3 പ്രാവശ്യം തള്ളിക്കിടന്ന പീറ്ററിനെ എന്താണ് നല്ല പരിശുദ്ധാത്മ വന്നപ്പോൾ, ശക്തിയുടെ പരിശുദ്ധാത്മ വന്നപ്പോൾ, ദൈവത്തിന് പവർ വന്നപ്പോൾ അവരെ എന്താണ് ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി കർത്താവ് മാറ്റുവാനിടയായി. ഹല്ലേലൂയ. God chose Peter. The Lord will make Peter to become a trusting instrument. I want to tell you, my friends, God want you to choose this time. ശിമോനെ കർത്താവ് പത്രോസാക്കി മാറ്റി. So God will make you fit. ദൈവത്തിന് നിങ്ങളെ ഒരു ഫിറ്റാക്കി മാറ്റണം. ഫിറ്റാകാതെ ദൈവത്തിന് വേണ്ട. ഫിറ്റായെങ്കിൽ മാത്രമേ ദൈവത്തിന് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചില ശോധനകളുടെ കടത്തിവിട്ട്, ചില പരീക്ഷകളുടെ കടത്തിവിട്ട് ദൈവം നിങ്ങളെ ശുദ്ധീകരിച്ചെടുത്ത് ഫിറ്റാക്കി മാറ്റുന്നു. ഒരുപക്ഷെ നിങ്ങളെ കടഭാരത്തിലൂടെ കടത്തിവിട്ടാക്കാം, ഒരുപക്ഷെ നിങ്ങളെ രോഗത്തിലൂടെ കടത്തിവിട്ടേക്കാം, ഒരുപക്ഷെ സമൂഹം നിങ്ങളെ വെറുക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ പറപ്പുകൾ നിന്നെ ഉപേക്ഷിക്കാം, ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കൾ നിന്നെ തള്ളിക്കളയാം. പക്ഷേ എന്തിനു വേണ്ടിയാണ്? അവരെ വെറുക്കുവാൻ വേണ്ടിയല്ല. ദൈവം നിന്നെ ഒരു ഫിറ്റാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. God will make you fit.
അവൻ്റെ രാജ്യത്തിന് വേണ്ടി, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി, അവൻ്റെ പണിക്ക് വേണ്ടി. ഫോർ യൂസ് ന്യൂ ആൻഡ് ഹാവിങ് എ ഷാർപ്പ് സ്പൈക്സ്, നോട്ട് കോമൺ നെയിൽസ്. സ്പൈക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ കാണുന്ന നെയിൽസ് അല്ല. നെയിൽസ് ലൈക്ക് എ ഫാസ്റ്റനർ 3 to 12 inches. ഒരു സാധാരണ ആണി പോലെയല്ല. എന്താണ്? കട്ടിയേറിയ ഘനമേറിയ ടെമ്പറുള്ള ഏകദേശം 3 മുതൽ 12 ഇഞ്ച് വരെ നീളമുള്ള സൈസുള്ള ശക്തിയേറിയ ഒരു മൂർച്ചയുള്ള എന്താണ് ഒരു സ്പൈക്സ് ആക്കി മാറ്റുവാൻ ദൈവം ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ലോങ് ആൻഡ് പ്രൊപ്പറേഷനലി thick than common nail for a fascinating edged heavy timber or a rail rock tracks. അതായത് അത് ഉഴുതു മറിക്കുമ്പോൾ എത്ര വലിയ കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും ശരി, ഈവൻ റെയിൽ എന്താണ് റോക്കാണെങ്കിൽ റെയിൽ റോക്കാണെങ്കിലും ആ ട്രാക്കിൽ കിടക്കുമ്പോൾ അതിനെ മറിച്ച് മാറ്റുവാൻ ഒരു ശക്തിയേറിയ ഒരു മെതിവണ്ടി നെയിലാക്കി മാറ്റുവാൻ, എന്താണ് ഷാർപ്പേറിയ ഒരു മെതിവണ്ടിയാക്കി മാറ്റുവാൻ പ്രൈസിലോ ദൈവം നിന്നെ എന്താ ഒരു പല്ലേറിയ മൂർച്ചയേറിയ ഒരു പല്ലാക്കി മാറ്റുവാൻ കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്താണ്? അശുദ്ധി മാറ്റിക്കളയുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് അനേകർ എന്താണ് ദൈവത്തിന് അശുദ്ധി കയറ്റിവിടുകയാണ്. മിറക്കിൾസ് മാത്രം നടത്തി അവരെന്താണ് ജനത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കാൻ ദൈവം ഇതിൽ സ്തോത്രം, ദൈവത്തിൽ മിറക്കിൾസ് ഉണ്ട്, എന്നിലൂടെ ദൈവം മിറക്കിൾസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് ഒരു കോംപ്രമൈസും പാടില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് ഒരു കോംപ്രമൈസും പാടില്ല. ഹല്ലേലൂയ. വിശുദ്ധിക്കും വേർപാടിനും ഒരു കോംപ്രമൈസും പാടില്ല. ഇന്ന് വിശുദ്ധി വേർപാട് കുറഞ്ഞു നിൽക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ ദൈവവചനം പറയുന്നു, അവന്റെ എന്താണ് വചനത്തിന് ഒരു പുള്ളിയോ ഒരു ഡോട്ടോ ഒന്നും മാറിപ്പോകുന്നില്ല. അവന്റെ വചനത്തിൽ നിൽക്കൂ, അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയും, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയും. നിങ്ങളുടെ ആഴത്തിലേറിയ നിങ്ങളുടെ ശക്തിയേറിയ ഒരു മിറക്കിൾസ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയും ശുശ്രൂഷ നിങ്ങൾക്ക് ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. ഒരു പുതിയ ഇതാ ഞാൻ തന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. He will make for you. ജെരമ്യാവിനെ ദൈവം വിളിച്ചപ്പോൾ ജെരമ്യാവ് പറഞ്ഞു, കർത്താവേ ഞാൻ ബാലനാകുന്നു. ആ സമയത്ത് ജെരമ്യാവിന്റെ ദൈവം പറയുകയാണ്, ജെരമ്യാ chapter 1 verses 10, I pluck up and to bear. മരിച്ചവരെ കുഴിച്ചിട്ടോളും, നീ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിളിക്കുകയാണ്, അവന്റെ വേലക്കാട്ട് വിളിക്കുകയാണ്, അവന്റെ നല്ലൊരു ആയുധമാക്കി വിളിക്കുകയാണ്, അവന്റെ എന്താണ് മെതിവണ്ടിയാക്കി മാറ്റുവാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനാ നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നോ കോംപ്രമൈസ് അറ്റ് ഓൾ. ത്രഷിംഗ് ഇൻസ്ട്രുമെന്റ് ആയി തീരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവായ യേശുവേ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് തൃപ്തി തരുന്ന കർത്താവ്, തൃപ്തി കൊടുക്കുന്ന ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ആഗ്രഹമുള്ള ജനത്തിന്മേൽ നിന്റെ അഭിഷേകം പകർന്ന് ഒരു ശക്തിയേറിയ ബലമേറിയ മൂർച്ചയേറിയ ഒരു മെതിവണ്ടിയാക്കി മാറ്റുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് രോഗമാണെങ്കിലും എന്നെ യേശു സൗഖ്യമാക്കും. കർത്താവായ യേശുവേ, ഞാൻ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ I rebuke it now. ക്യാൻസറിനെ ഞാൻ ശാസിക്കുന്നു, ട്യൂമറിനെ ഞാൻ ശാസിക്കുന്നു. ഏത് രോഗമാണെങ്കിലും ആ രോഗത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ സൗഖ്യമാക്കിയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടട്ടെ. യെസ്, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏത് രോഗമാണെങ്കിലും പരിശുദ്ധാത്മാവ് ഇപ്പോൾ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൗഖ്യം വ്യാപരിക്കുന്നു. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നമുക്ക് കാണാം. എനിക്ക് പറയുവാൻ ഇങ്ങനെയുള്ളൂ, യേശു ക്രിസ്തുവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. മേ ഗോഡ് ബ്ലെസ് യു. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി.